വലിയ സജ്ജീകരണങ്ങളാണ് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്കായി തിരുവനന്തപുരത്ത് ഒരുക്കിയിരിക്കുന്നത്. മേളയ്ക്കെത്തുന്ന വിദ്യാർത്ഥികൾക്കായി വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകും. അനിൽ വാസുദേവ് ഊട്ടുപുരയിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നു. ഇദ്ദേഹം എപ്പോഴാണ് ഊട്ടുപുരയിൽ കയറിയത്? പറയൂ അനിൽ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഗുഡ് മോർണിംഗ് ഒക്കെ കഴിഞ്ഞല്ലോ, ഗുഡ് ഈവനിങ് എസ് കെ എൻ ആയില്ലേ. അതായത് ഇപ്പോൾ കലോത്സവം ആവട്ടെ, കായികമേളയാവട്ടെ, അപ്പോൾ ഏത് ഇവൻ്റ് ആണെങ്കിലും ഇപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് പഴയുടെ മോഹനൻ നമ്പൂതിരിയുടെ കലവറ എന്ന് പറയുന്നത്. അദ്ദേഹം എല്ലാ കാലത്തും ഇത് ഈ മേളയുടെ ഒരു അനിവാര്യ ഘടകം എന്ന തരത്തിലാണ് ഉണ്ടാവാറുള്ളത്. ഇത്തവണയും അതിൽ മാറ്റമില്ല. വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാൻ അദ്ദേഹത്തിൻ്റെ സംഘവും ഉണ്ട്. ഏത് നേരവും ഈ തീ അണയില്ല എന്നുള്ളത് തന്നെയാണ് അവസ്ഥ. ഏത് നേരവും ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. 10,000 പേർക്കുള്ള ഫുഡ് അല്ലെങ്കിൽ 15,000 പേർക്കുള്ള ഫുഡാണ് ഉച്ച സമയത്ത് കൊടുക്കുന്നത്. കാലത്തൊരു 8,000 മുതൽ 9,000 പേർ, അങ്ങനെ എല്ലാ സമയത്തും ഇവിടെ ഭക്ഷണം റെഡിയാണ്. 20,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഒരു കുറവുമില്ലാത്ത ഏറ്റവും നല്ല സദ്യ കൊടുക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ പഴയുടെ മോഹനൻ നമ്പൂതിരിയും അദ്ദേഹത്തിൻ്റെ മകൻ യദുവും ചേർന്നാണ് ഇവിടെ അതിനുള്ള എല്ലാ മേൽനോട്ടവും വഹിക്കുന്നത്. അപ്പോൾ യദു അദ്ദേഹം ആണ് ഇവിടുത്തെ. ഇപ്പോൾ യദുവിനെ നമുക്ക് കാണാം. അദ്ദേഹം നാളത്തെ ചില പ്രിപ്പറേഷൻ ഇന്നത്തെ കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഞാൻ നാളത്തെ ചില പരിപാടിക്ക് യദു, അതായത് പഴയുടെ മോഹനൻ നമ്പൂതിരി ഇല്ലാത്ത ഒരു മേള ഇല്ല എന്നുള്ളത് പറഞ്ഞു വരികയായിരുന്നു. അപ്പോൾ സമ്മതിക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ യദുവും ഇല്ലാതെ ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സത്യമായിട്ടും നമ്മളും കുറച്ച് വർഷങ്ങളായിട്ട് അച്ഛനൊപ്പം തന്നെ വരാറുണ്ട്. പ്രത്യേകിച്ച് കലാമേളകൾക്കും, കലാമേള ആയിക്കോട്ടെ കായികമേള ആയിക്കോട്ടെ, എല്ലായിടത്തും തന്നെ നമ്മളൊരു ഭാഗമായിട്ട് നിൽക്കാറുണ്ട്. അപ്പം വലിയ സന്തോഷം. ഇത്രയും ഒരു അധികം വരുന്ന പാർട്ടിസിപ്പൻസിനൊക്കെ ഭക്ഷണം വിളമ്പാനും പാകം ചെയ്യാനും ഒക്കെ കഴിയുന്നത് വലിയൊരു ഭാഗ്യം. ചെറിയ കാര്യമല്ല. അതായത് ഒരു 10,000-15,000 പേർക്ക് ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കണം. കാലത്തൊരു 8,000-9,000 പേര്. അങ്ങനെ രാവിലെ 6 മണിക്ക് തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവും. പ്രത്യേകിച്ച് അത്ലറ്റിക് മീറ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കായികക്ഷമത വേണ്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ പാലും മുട്ടയും എന്നും രാവിലെ കൊടുക്കുന്നുണ്ട്. റോബസ്റ്റ പഴവും കൊടുക്കുന്നുണ്ട്. അപ്പം ഹെൽത്തി ഫുഡാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. ഉച്ചയ്ക്ക് നോൺ വെജ് ഉണ്ട്, രാത്രി നോൺ വെജ് ഉണ്ട്. ഇപ്പം നമ്മൾ നാളെ ഉച്ചയ്ക്ക് ബീഫ് സെർവ് ചെയ്യുന്നുണ്ട്, നാളെ വൈകിട്ട് ചിക്കൻ കറിയും സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എസ് കെ ഈ പറഞ്ഞ പോലെ ഇന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഊട്ടുപുരയിലാണ് ഉള്ളത്. ഊട്ടുപുരയിൽ നിന്ന് നേരെ ഒന്നൊരു ഓടി ഒരു തൊട്ടപ്പുറത്ത് ഒരു മറയത്ത് അല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഈ പറഞ്ഞ കുട്ടികൾക്കൊക്കെ തന്നെ ഭക്ഷണം കൊടുക്കുന്ന അല്ലെങ്കിൽ വരുന്ന ആളുകൾക്കൊക്കെ തന്നെ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ഏതാണ്ട് ഇന്നത്തെ വൈകുന്നേരത്തെ ഡിന്നർ സമയമൊക്കെ അവസാനിക്കാറായി. ആളുകൾ ഏറെക്കുറെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു പോയി എന്നുള്ളതാണ്. സീറ്റുകളൊക്കെ തന്നെ ഒഴിഞ്ഞു തുടങ്ങി. ഇനി ഏതാനും കുറച്ച് പേർ മാത്രമാണ് കഴിക്കാനുള്ളത്. അതായത് നമ്മുടെ വളണ്ടിയേഴ്സ് ഒക്കെ തന്നെ നമുക്ക് കാണാം. ഇന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയാണ്, പിന്നെ ചോറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഹാപ്പി ആയി തന്നെയാണ് ഉള്ളത്. ഹാപ്പി അല്ലേ? സെറ്റല്ലേ? ഫുഡൊക്കെ എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. 10 തൊട്ട് വെയിൽ കൊണ്ട് ഒരു സെറ്റായി നിൽക്കുമ്പോൾ കുറച്ച് ചാർജ് ആവാൻ ചിക്കനും ചപ്പാത്തി ഓൺ. ഇതാണ് അവസ്ഥ. അതായത് ഇപ്പോൾ ഒരുവിധം സീറ്റുകളൊക്കെ തന്നെ ഒഴിഞ്ഞു. ഇവിടെ ഒരു അറ്റ് എ ടൈം ഒരു 10,000 പേർക്കെങ്കിലും ഇരിക്കാൻ അല്ലെങ്കിൽ അത്രയും സീറ്റ് സജ്ജീകരണങ്ങൾ ഈ പുത്തരിക്കണ്ടം മൈതാനിയിലാണ് ഈ പഴയടത്തിൻ്റെ രുചിയിടം എന്ന പേരിട്ടിരിക്കുന്ന ഈ കലവറ ഉള്ളത്. ഒപ്പം തന്നെ ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ തന്നെ. ഇപ്പോൾ സത്യത്തിൽ നമ്മളെല്ലാ വിളമ്പുകളൊക്കെ കഴിഞ്ഞപ്പോൾ സംഘാടകർ ഇരിക്കുന്ന ഒരു സമയമാണത്. ഒരു ക്ഷീണം മുഖത്ത് കാണാം. ഇനിയിപ്പോൾ ഒരു ശ്രമം എന്ന് പറയാൻ പറ്റില്ല. നാളേക്ക് വീണ്ടും തുടങ്ങേണ്ടത്. അതെ അവസാനം. അനിൽ വാസുദേവാണ് ഊട്ടുപുരയിൽ നിന്നും തത്സമയം ചേർന്ന്. എന്തായാലും കായിക മത്സരങ്ങൾ നാളെ ആരംഭിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.